മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാർ? നമ്മളാണോ അതോ പ്രകൃതിയോ? നമ്മൾ തന്നെയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ചോദ്യം ഓരോ മനുഷ്യരും അവരോട് തന്നെ ചോദിക്കുക. 40 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷത്തിലെ താപനില. പൊതുജനങ്ങൾ എങ്ങനെ ചൂടിനെ നേരിടുന്നു എന്നറിയാൻ ഞങ്ങൾ അവരെ സമീപിച്ചു. ഇതാ ചില പ്രതികരണങ്ങളിലേക്ക്. പുറത്തുനിന്ന് പണിയുന്ന ആൾക്കാരുള്ള പിള്ളേർക്കൊക്കെ മേത്തൊക്കെ പിഞ്ചി ചൂടാ. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ എന്നും കൊള്ളുന്നവർക്ക് കുഴപ്പമില്ല. സൈക്കിൾ വെക്കാം പണ്ട് ഞങ്ങൾ ചെറിയ തണുത്ത് ചൂട് ഭയങ്കര ചൂടാണ്. കറണ്ട് കട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂറായിട്ടല്ല സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമുക്ക് പണിയെടുക്കുമ്പോൾ ശരീരമൊക്കെ വിറയ്ക്കുക, ഇങ്ങനെ പുകച്ചിലാണ്. ചൂടൊക്കെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ചൂട്. കുടിവെള്ളത്തിനെ കുറിച്ച് ക്ഷാമുണ്ട്. വെള്ളം ഭയങ്കര തീ പോണ സൈസ് വെള്ളമല്ല, കുടിക്കാൻ പറ്റില്ല. കുടിക്കാൻ പറ്റില്ല വെള്ളം. ഇപ്പം ഭയങ്കര ചൂടാണ്. ഭയങ്കര നമുക്ക് പോലും ഇപ്പോൾ കുറേ നടന്നൊക്കെ ഭയങ്കര കാലാവസ്ഥ വ്യതിയാനവും ആഗോളതാപനവും ആവാം ഒരുപക്ഷെ ഒരു കാരണം. മഴയുടെ അളവ് വൻതോതിൽ കുറഞ്ഞിരിക്കുന്നു. വേനൽ ചൂട് നമുക്ക് സമ്മാനിച്ചത് കൊടും വരൾച്ചയാണ്. എത്രയോ ജനങ്ങൾ വെള്ളത്തിനു വേണ്ടി അലയുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ വെള്ളം വെറുതെ പാഴാക്കുന്നവരുമുണ്ട്. നമ്മൾ ഇനിയെങ്കിലും പ്രകൃതിയും നദികളെയും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാത്രമേ ചൂടൊരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കൂ. ഈ ചൂടുകാലത്ത് രോഗങ്ങളൊന്നും പിടികൂടാതിരിക്കാൻ നല്ല പച്ചക്കറികളും അതിനുപരി ധാരാളം വെള്ളവും കുടിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രതിവിധി. എന്നെ ആശ്വാസമല്ലേ. നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിന് ഇത്തരം പൈപ്പുകളാണ് സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് ആശ്രയം. വേനൽ ചൂട് ഭയങ്കരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് തീരുമെന്ന് നമുക്ക് ഇനി ഭാവിയിലുള്ള കാലത്ത് കണ്ടറിയാം. ക്യാമറമാൻ എബിനൊപ്പം അതുൽ ജേക്കബ് ജാൻ.